ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ഫിഷ് മോളി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. ആ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. അപ്പോൾ മീൻ ആദ്യം തന്നെ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ച മീനാണ്. അപ്പോൾ ഈ മീനിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും നമുക്ക് ഫിഷിലേക്ക് അത്യാവശ്യം മസാലയെല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, ആദ്യം തന്നെ ഫിഷിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മീനിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആകെ 3 പീസ് മീനാണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി, നമ്മൾ വീട്ടിൽ തന്നെ തരിതരിപ്പോടുകൂടി പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ. ഈ ഫിഷ് മോളീൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം ഈ കുരുമുളകാണ്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി അടുത്തതായി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമുറി നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി എടുത്ത് അതിന് നീര് നന്നായിട്ട് മീനിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന തരത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മിനിമം അരമണിക്കൂർ സമയം വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫിഷ് മോളി ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പവും ഫിഷ് മോളിയും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ പൊറോട്ടൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ ആയാലും കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ സമയം വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫിഷ് അവിടെ മാറ്റി വെക്കുക. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ടുന്ന ഫിഷ് മോളിയിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, ഒരു 3-4 പച്ചമുളക്, ഒരു ഉള്ളി, ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചത്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനമാണ് ഫിഷ് മോളിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നാടൻ കറികളെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ, കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഫിഷിന്റെ 1 സൈഡ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടി നന്നായിട്ട് ആവട്ടെ കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം. ഇത് അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഈ പുറത്തേക്കെല്ലാം വെളിച്ചെണ്ണ തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത് കേട്ടോ. നമ്മൾ ഫിഷ് ഫ്രൈയുടെ 2 സൈഡും ഷാലോ ഫ്രൈ ചെയ്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2-3 ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പു, ഇത് ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം.
ഇഞ്ചി മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ലൈറ്റ് ഉള്ളി ഒന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് നമുക്കിത് വഴറ്റി കൊടുക്കാം. നമ്മൾ ഫിഷ് മോളിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കൂല. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ ഉള്ളി ഏകദേശം ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് നമ്മൾ ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് ഒന്നിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഷാലോ ഫ്രൈയിലേ ചെയ്തിട്ടില്ലോ, ബാക്കി ഈ ഇതിൽ കിടന്നിട്ട് വേവണം. ഇനി ഇതിന്റെ മുകളിലേക്കിട നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് പുളി കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷം നമുക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഉറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോ ഇവിടെ ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് വേറെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷ് മോളി? സൂപ്പർ അല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.